എസ്ഒജി കമാൻഡോ വിനീത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ക്യാമ്പിലെ കമാൻഡോകൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഇവരുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു. അംഗങ്ങളുടെ മൊഴിയിൽ പറയുന്നത് AC അജിത്തിന് വിനീതിനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നാണ്. AC അജിത്തിന് വിനീതിനോടുള്ള വ്യക്തിവൈരാഗ്യത്തിന് കാരണം സുഹൃത്തിന്റെ മരണത്തിലെ വീഴ്ച ചോദ്യം ചെയ്തതാണെന്നും മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2021 സെപ്റ്റംബർ 16 വിനീതിന്റെ സുഹൃത്ത് വയനാട് സ്വദേശിയായ സുനീഷ് മരിച്ചു. എസ്ഒജി ക്യാമ്പിലെ ട്രെയിനിങ്ങിനിടെയായിരുന്നു സുനീഷിന്റെ മരണം. കുഴഞ്ഞു വീണായിരുന്നു മരണം. സുനീഷിനെ ആശുപത്രിയിലെത്തിക്കാൻ വൈകിയെന്ന ആരോപണം ശക്തമായി. സഹപ്രവർത്തകർ സുനീഷിനെ സഹായിക്കാൻ ശ്രമിച്ചു. പക്ഷേ AC അജിത്ത് അതിന് സമ്മതിച്ചില്ല എന്നാണ് ഇവർ വിവരങ്ങൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും സുനീഷിന്റെ ജീവൻ നഷ്ടമായിരുന്നു. സുനീഷിന്റെ മരണത്തിൽ AC അജിത്തിനെതിരെ വിനീത് ശക്തമായി പ്രതികരിച്ചു. ഇതോടെ അജിത്തിന് വിനീതിനോട് വ്യക്തിവൈരാഗ്യമുണ്ടായി എന്നാണ് ഉദ്യോഗസ്ഥർ മൊഴിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വിനീതിന്റെ ആത്മഹത്യയ്ക്ക് കാരണം ഉദ്യോഗസ്ഥ പീഡനം തന്നെയാണെന്നും സഹപ്രവർത്തകരുടെ മൊഴിയിൽ നിന്നും ഉറപ്പിക്കുകയാണ്. അരീക്കോട് സായുധ പോലീസ് ക്യാമ്പിലാണ് പോലീസുകാരനായ വിനീത് സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയത്. വയനാട് സ്വദേശിയായിരുന്നു വിനീത്. തണ്ടർബോൾട്ട് കമാൻഡോ ആയിരുന്നു വിനീത്. 33 വയസ്സായിരുന്നു. 45 ദിവസത്തോളം വിനീത് അവധി കിട്ടാതെ ജോലി ചെയ്തിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. അവധി ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചെങ്കിലും അവർ നൽകിയില്ല എന്നായിരുന്നു വിവരം. ഇതിനിടയിലാണ് AC അജിത്തിനെതിരെ സഹപ്രവർത്തകർ മൊഴി നൽകിയത്. മരിക്കുന്നതിന് മുമ്പ് വിനീത് താൻ നേരിടുന്ന പ്രശ്നങ്ങളും മറ്റും സൂചിപ്പിച്ച് ബന്ധുവിന് കുറിപ്പ് നൽകിയിരുന്നു. ഈ കുറിപ്പ് തന്റെ 2 സുഹൃത്തുക്കളെയും ട്രെയിനിങ്ങിന്റെ ചുമതലയുള്ള അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥനെയും കാണിക്കണമെന്ന് വിനീത് ആവശ്യപ്പെട്ടു. വിനീത് ശാരീരിക ക്ഷമതാ പരിശോധനയുടെ ഭാഗമായ ഓട്ടോ മത്സരത്തിൽ പരാജയപ്പെട്ടപ്പോൾ മേലുദ്യോഗസ്ഥർ കടുത്ത ശിക്ഷ നൽകി. ഇതും ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാൻ അവധി നൽകാത്തതുമാണ് സ്വയം ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ബന്ധുവിന് അയച്ച കത്തിൽ ഓട്ടത്തിന്റെ സമയം വർദ്ധിപ്പിക്കണമെന്നും ചിലർ ചതിച്ചുവെന്നും പണി കൊടുക്കുന്നവരെ മാറ്റാൻ പറയണമെന്നും വിനീത് ആവശ്യപ്പെടുന്നുണ്ട്. വിനീതിന്റെ മരണത്തിൽ സിദ്ദിഖ് MLAയും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. കൊടും പീഡനത്തിന്റെ ഇരയാണ് വിനീതെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സിദ്ദിഖ് ആവശ്യപ്പെട്ടിരുന്നു. മനുഷ്യത്വരഹിതമായാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്നും ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും വിനീതിന് അവധി അനുവദിച്ചിരുന്നില്ല. റിഫ്രഷ്മെന്റ് കോഴ്സുകളിൽ പരാജയപ്പെടുന്ന പോലീസുകാർ നേരിടുന്നത് കൊടും പീഡനമെന്നും വലിയ സമ്മർദ്ദത്തിലാണ് കേരളത്തിലെ പോലീസ് സേന പ്രവർത്തിക്കുന്നതെന്നും MLA കുറ്റപ്പെടുത്തി.